ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് 1 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു ക്ലാസ്സാണ് ഇട്ടുള്ളത്. ആ ക്ലാസ് ധാരാളം പേര് കാണുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതുകയും ചെയ്തു. വളരെ സന്തോഷം. എല്ലാവരും കമൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമാണ്. തുടക്കത്തിലെ വീണ്ടും ഞാൻ പറയുകയാണ്, 2026 ഒരു സർക്കാർ ജോലി എൻ്റെ ലക്ഷ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഞാനും നിങ്ങളും കൂടി ഏർപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ ചെറുതായിട്ട് പറയാം. ഒന്ന്, ദൈർഘ്യമുള്ള ക്ലാസ്സുകളാണ്. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ഈ 15 മിനിറ്റ് ക്ലാസ് കാണുന്നതും 5 മിനിറ്റ് ക്ലാസ് കാണുന്നതും 7 മിനിറ്റ് ക്ലാസ് കാണുന്നതും ഒക്കെ ഭീമമായ നഷ്ടമാണ്. നിങ്ങളുടെ ടൈം വേസ്റ്റാണ്. നിങ്ങളൊന്നുകിൽ ടെസ്റ്റ് വായിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ കണ്ട് അത് എഴുതിയെടുത്ത് പഠിക്കണം. അതുകൊണ്ട് അരമണിക്കൂർ ക്ലാസ് ഇട്ടാൽ പെട്ടെന്ന് കാണും. 15 മിനിറ്റ് ആണെങ്കിൽ ഒരുപാട് കാണും. 10 മിനിറ്റ് ആണെങ്കിൽ അപ്പം കാണും. അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? ഇരുത്തം എന്ന ഒരു മുന്നേറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഒരു കാര്യം കൂടി പറയാൻ, നിങ്ങൾ പത്രം വായിക്കണം. 2026 എന്നെഴുതി കറണ്ട് അഫയേഴ്സിന് ഒരു ബുക്ക് തുടങ്ങണം. ബുക്ക് വാങ്ങാൻ പറ്റാത്തവർ പഴയ ബുക്കുകളിലൊക്കെ കിടക്കുന്ന പേപ്പർ വലിച്ചു കീറി കുത്തിക്കെട്ടി ഒരു ബുക്കാക്കണം. എന്നിട്ട് 2026 ഞാനൊരു സർക്കാർ ജോലി നേടും, അതിൻ്റെ താഴെ കറണ്ട് അഫയേഴ്സ് എഴുതി തുടങ്ങണം. അതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. ആ കറണ്ട് അഫയേഴ്സ് എഴുതുന്നതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം VBG റാംജി മിഷനെ കുറിച്ച് എഴുതാം. 2025 നൊബേൽ പ്രൈസിനെ കുറിച്ച് എഴുതാം കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കിൽ. ഇതൊരു ഉത്സാഹം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, ചിലർ ചോദിച്ചിട്ടുണ്ടോ ടെലഗ്രാം ചാനലുണ്ടോ, ആപ്പുണ്ടോ? ഇതൊന്നും ആപ്പില്ല. പൈസ വാങ്ങി ക്ലാസ് നടത്തുന്ന പ്രശ്നമേ ഇല്ല. എന്നാൽ മാക്സിമം നല്ല ക്ലാസ്സുകൾ നടത്താനൊരു ശ്രമം നടത്തുകയാണ്. ഞാനിവിടുത്തെ ഓഫ്ലൈൻ ക്ലാസ്സിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മിടുക്കരായ കുട്ടികൾക്ക് ഇവിടെ വന്ന് ക്ലാസ് എടുക്കാം. ഇവിടുത്തെ മിടുക്കരായ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്ഥാപനത്തിലെ അധ്യാപകർ അതിൻ്റെ കൂടെ എത്തില്ല, അത് ഉറപ്പാണ്. അധ്യാപകർ കൂടെ എത്തില്ല. ഇവിടുത്തെ മിടുക്കരായ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ അത്രമാത്രം അറിവ് സമ്പാദിച്ചവരാണ്. അങ്ങനെയുള്ള മിടുക്കരായ കുട്ടികൾ ക്ലാസ്സുകൾ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ മാത്രം പഠിച്ചാൽ പോരാ, അവരും എല്ലാവരും 1 വർഷത്തിനകത്ത് ജോലി വാങ്ങാനുള്ള തത്രപ്പാടിലാണ്. അതിനോടൊപ്പം ഞാൻ അവരെടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് മാത്രം ജോലി കിട്ടിയാൽ പോരാ, നമ്മുടെ ഈ ക്ലാസ് കാണുന്ന കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള കുട്ടികൾക്കും നിങ്ങളുടെ അറിവ് പകർന്നു കൊടുക്കണം. അത് അവർ തയ്യാറാകും എന്നാണ് എൻ്റെ വിശ്വാസം. വിശേഷിച്ചും ഇവിടെ സയൻസ് MSc കഴിഞ്ഞവർ, മലയാളം MA കഴിഞ്ഞവർ, അങ്ങനെയുള്ള കുട്ടികൾ ധാരാളം പേരുണ്ട്. ആ PSCക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ PSC എന്താണെന്ന് അറിയാവൂ. അല്ലാതെ ഒരു അധ്യാപകൻ ഇങ്ങോട്ട് ചാടി വന്ന് ഇറങ്ങി അരമണിക്കൂർ പഠിപ്പിച്ച് രാത്രി വരെ ചോദ്യോത്തരം വിളിച്ച് കേട്ട് ഒരു ടെസ്റ്റ് പേപ്പർ നടത്തി, അത് വെറും ഉപയോഗമില്ലാത്തൊരു വസ്തുതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെല്ലാം തിരിച്ചറിയണം. എനിക്ക് ഗുണപ്രദം ഏതാണ് അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങണം. ചിലർക്ക് സംശയം, ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ ക്ലാസ് വേണം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് വേണം. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ലാസ്റ്റ് ഗ്രേഡിന് ക്ലാസ്സിൽ മാത്രം ചേരുന്ന ഒരു കുട്ടിക്ക് ഈ ജന്മ ജോലി കിട്ടില്ല. സംശയം വേണ്ട. ആ ലാസ്റ്റ് ഗ്രേഡ് പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ എന്ന് പറയുന്നത് ആ നിലവാരത്തിലുള്ളവരായിരിക്കും. ഏറ്റവും വലുതേത്, ചെറുതേത്, ചെറിയ ഭൂഖണ്ഡം ഏത്, വലിയ ഭൂഖണ്ഡം ഏത്, വെള്ളച്ചാട്ടം എവിടെയാണ്, ഇങ്ങനെയൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു വലിയ പരീക്ഷയ്ക്ക് പഠിക്കണം. ലാസ്റ്റ് ഗ്രേഡുകാർ LDC കൂടെ പഠിക്കണം. SLC ജയിച്ച എല്ലാവർക്കും LDC പരീക്ഷ എഴുതാം. അപ്പോൾ നിങ്ങളിപ്പോൾ ലാസ്റ്റ് ഗ്രേഡിന് പഠിച്ചു, അവിടെ ഇംഗ്ലീഷ് പഠിക്കണ്ട, മലയാളം ഒന്നും പഠിക്കണ്ട. നിങ്ങളടുത്ത് LDCക്ക് ചേരുമ്പോൾ അവിടെ ഇംഗ്ലീഷും മലയാളവും പഠിക്കണം. പിന്നെ നിങ്ങൾ ഒന്നേന്ന് പഠിച്ചു തുടങ്ങണം. അപ്പം ഞാൻ പറയണത്, ഒരു സർക്കാർ ജോലി കിട്ടുന്നവരെ തലങ്ങനെ വിലങ്ങനെ പഠിക്കുക തന്നെ വേണം. അതിന് നിങ്ങൾ തയ്യാറെടുക്കണം. ഇവിടുന്ന് തരുന്ന ഈ ക്ലാസ്സുകൾ മിക്കവാറും എല്ലാത്തിനും ഉപയോഗപ്രദമായിരിക്കും എന്നാണ് എൻ്റെ ധാരണ. അടുത്ത ക്ലാസ് കറണ്ട് അഫയേഴ്സ് വേണോ അതേ ഇംഗ്ലീഷ് വേണോ കമൻറ്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ പറയുകയാണ് കറണ്ട് അഫയേഴ്സ് വേണം, എങ്കിൽ കറണ്ട് അഫയേഴ്സ് എടുക്കും. ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രോതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റാത്തവർ, റാങ്ക് ഫയൽ വാങ്ങാൻ പറ്റാത്തവർ, വലിയ വലിയ ആപ്പുകൾ ചേരാൻ പറ്റാത്തവർക്ക് അടുത്ത ക്ലാസ് കറണ്ട് അഫയേഴ്സ് വേണോ ഇംഗ്ലീഷ് വേണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു തന്ന സംഗതി കുഴപ്പമാണ്, നമ്മുടെ സമയത്തിന് വേസ്റ്റായി പോകും. ഇന്നിവിടെ ചെയ്യാൻ പോണത്, ഒരു വലിയ ക്യാൻവാസിൽ ഒരു വിഷയം തുടങ്ങാനുള്ള ശ്രമത്തിലാണ് ഞാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനെടുത്ത ക്ലാസ്സിൽ ഒരു ചെറിയ പിശക് പറ്റിയിട്ടുണ്ട്. അതാദ്യം ഞാനൊന്ന് തിരുത്തുകയാണ്.
നിങ്ങൾ ഈ പിശകുകളൊക്കെ ചൂണ്ടിക്കാണിക്കണം. അതിൻ്റെ തെറ്റെന്താണെന്ന് വെച്ചാൽ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ എന്നാണ് ചോദിച്ചത്. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ പി സി മോഡിയാണ്. പി സി മോഡി രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോഡി. ഈ പി സി മോഡിക്ക് പകരം ഞാൻ പി സി സേത്തി എന്നാണ് പറഞ്ഞത്. പി സി സേത്തി അങ്ങനെ പറഞ്ഞു, തെറ്റിപ്പോയി. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ പി സി മോഡിയാണ്. ഈ രാജ്യസഭാ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്, രാജ്യസഭയുടെ ചെയർമാനാണ്. രാജ്യസഭ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് ഇപ്പോഴത്തെ പി സി മോഡിയാണ്. എന്നാൽ പി സി സേത്തി എന്നൊരാളുണ്ട്. ഈ പി സി സേത്തി മധ്യപ്രദേശിലെ 8ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ പി സി സേത്തി ജീവിച്ചിരിപ്പില്ല. മധ്യപ്രദേശിലെ 8ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഒന്ന്. അതേപോലെ തന്നെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ഈ പി സി സേത്തി മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു. 8ാമത്തെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. അതേപോലെ തന്നെ മധ്യപ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ഡോക്ടർ മോഹൻ യാദവ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു പി സി സേത്തി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അമിത് ഷാ, ആഭ്യന്തരവും സഹകരണവും. ഇതുകൂടി എൻ്റെ സുഹൃത്തുക്കൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് പി സി സേത്തിയെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ പി സി മോഡിയെക്കുറിച്ച് പറഞ്ഞു. ഇനി പി സി റേ എന്നൊരാളുണ്ട്. പി സി റേ അത് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പി സി റേ എന്ന് പറയുന്ന ആൾ ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ. അദ്ദേഹമാണ് ഫാദർ ഓഫ് കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പി സി റേ ആണ്. അദ്ദേഹം ഒരു ബംഗാളിയാണ്. പി സി റേ ബംഗാളിയാണ്. അതേസമയം പി സി സേത്തി അദ്ദേഹം മഹാരാഷ്ട്രക്കാരൻ. പി സി റേ ബംഗാളിയാണ്. ഇനി ബി സി റോയ് ഉണ്ട്. ബി സി റോയ് എന്ന് പറയുന്ന ആൾ ഡോക്ടർ ബി സി റോയിയാണ്. ഡോക്ടർ ബി സി റോയ് വെസ്റ്റ് ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. 1948 മുതൽ 62 വരെ അദ്ദേഹം വെസ്റ്റ് ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജൂലൈ 1, ഡോക്ടേഴ്സ് ഡേ. അപ്പോൾ ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഡേറ്റ് പറയൂ, ജൂലൈ 1. ആരുടെ ജന്മദിനമാണ്? ബി സി റോയ്. ആരാണ് ബി സി റോയ്? പ്രശസ്തനായ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയും ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. അതേസമയം ലോകസഭാ സെക്രട്ടറി ജനറലുണ്ട്. അത് ഉത്പൽ കുമാർ സിംഗ്. ഉത്പൽ കുമാർ സിംഗ് ആണ് ലോകസഭാ സെക്രട്ടറി ജനറൽ. ഈ ലോകസഭാ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കറാണ് ഓം ബിർല, രാജസ്ഥാൻകാരനാണ് ഓം ബിർല. ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ഇനി കേരള നിയമസഭയിലെ സെക്രട്ടറി ആരാണ്? കേരള നിയമസഭാ സെക്രട്ടറി അത് ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ്. കേരള നിയമസഭ സെക്രട്ടറി എന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്, ഡോക്ടർ എൻ കൃഷ്ണകുമാർ. ഇതേപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഹെഡ് ഗവർണറും കേന്ദ്രത്തിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഹെഡ് പ്രസിഡൻറ്റുമാണെന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. കേരളത്തിലെ ചീഫ് സെക്രട്ടറി എ ജയതിലകാണെന്ന് മനസ്സിലാക്കി വയ്ക്കണം. അതേപോലെ ചീഫ് സെക്രട്ടറി ഉദ്യോഗസ്ഥന്മാരിൽ നമ്പർ 1 ആണ് ചീഫ് സെക്രട്ടറി. മന്ത്രിസഭാ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാം ചീഫ് സെക്രട്ടറിക്ക്. ഇതേപോലെ കേന്ദ്രത്തിലെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഡോക്ടർ ടി വി സോമനാഥൻ. ഇത്രയും കാര്യങ്ങൾ അഡീഷണലായിട്ട് പറയേണ്ടി വന്നു. അപ്പോൾ പി സി മോഡിക്ക് പകരം ഞാൻ പി സി സേത്തി എന്ന് പറഞ്ഞത് തെറ്റാണ്. പി സി മോഡിയാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ. ഇത്രയും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കണം. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കുക. അതെല്ലാം സവിസ്തരമായി കേൾക്കണം. നീണ്ടു നിൽക്കുന്ന ക്ലാസ്സായിരിക്കും. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് എഴുതുമല്ലോ. ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിൻ്റെ
തുടക്കത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണം നടത്തണമെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയുണ്ടായി, എങ്ങനെയാണ് ഇതൊക്കെ നടന്നതെന്നുള്ളത് ഒന്ന് ചുരുക്കി പറയാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ രാജ്യം AD 1600 മുതൽ 1947 വരെ നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. ഇതാണ് ഭൂമധ്യരേഖ. ഇത് വടക്കേ അമേരിക്ക, ഇത് തെക്കേ അമേരിക്ക, ഇതാണ് ഇത് പസഫിക് ഓഷൻ, ഇത് അറ്റ്ലാന്റിക് ഓഷൻ, ഇതാണ് യൂറോപ്പ്. ഇതിൽ കിടക്കുന്നതാണ് UK, യൂറോപ്പ്. ഇതാണ് ആഫ്രിക്ക, ഇതാണ് ഏഷ്യ, ഇതാണ് അതിൽ ഇന്ത്യ, ഇതാണ് ഓസ്ട്രേലിയ, ഇതാണ് അന്റാർട്ടിക്ക. അപ്പോൾ നമ്മെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്നാണ് രാജ്യത്തിൻ്റെ മുഴുവൻ പേര്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ്, UK. ഈ 4 ദ്വീപുകളാണ്. ഈ UK-യിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വന്നത്. UK-യിൽ നിന്ന് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം വഴി തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടെ കയറി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇന്ത്യൻ ഓഷൻ 2ആയിട്ട് തിരിയും. ഒരെണ്ണം അറേബ്യൻ കടലും ഒരെണ്ണം ബേ ഓഫ് ബംഗാൾ. സൂററ്റിലാണ് ബ്രിട്ടീഷുകാർ വന്നത്. ബ്രിട്ടീഷുകാർ വന്നത് എവിടെയാണ്? സൂററ്റിലാണ്. ഈ ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കച്ചവടം നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടനയുടെ പേരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ, ഇങ്ങോട്ടാണ് ഈസ്റ്റ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതൊരു ട്രേഡിംഗ് കമ്പനിയാണ്. വ്യാപാരം നടത്താനുള്ള, ലാഭമുണ്ടാക്കാനുള്ള ഒരു കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അന്നത്തെ രാജാക്കന്മാർ ഈ നാവികരോട് പറഞ്ഞു, മോർ ഗോൾഡ്, മോർ വെൽത്ത്, മോർ പ്രോസ്പിരിറ്റി ടു ദ നേഷൻ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയി ഇഷ്ടം പോലെ കച്ചവടം നടത്തി സമ്പത്ത് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരൂ. അതാണ് അന്നത്തെ ഭരണാധികാരികൾ ആഹ്വാനം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഈ സഞ്ചാരികൾ പോവുകയും കോളനികൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി AD 1600 രൂപീകരിച്ചത്. AD 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. ഇതൊരു ട്രേഡിംഗ് കമ്പനിയാണ്. എവിടെ ട്രേഡ് നടത്താൻ? ഈസ്റ്റിൽ, ബ്രിട്ടൻ്റെ ഈസ്റ്റിലോട്ട് കച്ചവടം നടത്താൻ ഒരു ട്രേഡിംഗ് കമ്പനിയാണ്. ഇത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഇത് PSCക്ക് ചോദിച്ചതാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണെന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കമ്പനിയാണെന്ന് അർത്ഥം. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് AD 1600 അതൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ക്യൂൻ എലിസബത്തിൻ്റെ കാലത്താണ്. ക്യൂൻ എലിസബത്ത് I. ക്യൂൻ എലിസബത്തിൻ്റെ കാലത്താണ്. അന്ന് അവിടുത്തെ രാജ്യം ക്യൂൻ എലിസബത്തായിരുന്നു. 1603 വരെ ക്യൂൻ എലിസബത്തായിരുന്നു. എന്നാൽ ബ്രിട്ടനിലെ ഇപ്പോഴത്തെ രാജാവ് ചാൾസ് മൂന്നാമനാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ചാൾസ് മൂന്നാമനാണ് ബ്രിട്ടനിലെ ഇപ്പോഴത്തെ രാജാവ്. അവിടെ രാജഭരണം ഉണ്ട്, ഹെഡ് മൊണാർക്കാണ്, രാജാവാണ്. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബ്രിട്ടനിലെ ആദ്യത്തെ പ്രധാനമന്ത്രി വാൾപോളാണ്. ബ്രിട്ടനിലെ ആദ്യത്തെ പ്രധാനമന്ത്രി വാൾപോളാണ് ബ്രിട്ടനിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. യുകെയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാർമർ. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിച്ച് പറയാണ്, കെയർ സ്റ്റാർമർ ആണ് ബ്രിട്ടനിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെന്നും ബ്രിട്ടനിലെ ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്നതാണ് ലോകസഭയ്ക്ക് തുല്യമായ സഭയെന്നും 650 പേരുണ്ടെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. റിപ്പറ്റേഷൻ ഈസ് ദി മദർ ഓഫ് ടീച്ചിങ്. അപ്പോൾ നമ്മളോട് പറയേണ്ട കഥ എന്ന് പറയുന്നത് 1608 മുതൽ 1947 ഓഗസ്റ്റ് 15 വരെ ഇന്ത്യയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും അതിനിടയിൽ ഉണ്ടായ ഭരണഘടനയെക്കുറിച്ചുമാണ് നമുക്ക് സംസാരിക്കേണ്ടത്. 1608 ഒരു ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലെത്തി. ആ ബ്രിട്ടീഷുകാരൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഹോക്കിൻസ് ആണ്. ക്യാപ്റ്റൻ ഹോക്കിൻസ് 1608 ക്യാപ്റ്റൻ ഹോക്കിൻസ് വന്ന കപ്പലിൻ്റെ പേരാണ് ഹെക്ടർ എന്നുള്ള കപ്പലിൽ ക്യാപ്റ്റൻ ഹോക്കിൻസ് 1608 ഇന്ത്യയിൽ എത്തുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും ഒരു കത്തുമെല്ലാം വാങ്ങി നേരെ ഇന്ത്യയിലെത്തി ക്യാപ്റ്റൻ ഹോക്കിൻസ്. ഈ ക്യാപ്റ്റൻ ഹോക്കിൻസ്
സൂററ്റിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. സൂററ്റിൽ നിന്ന് നേരെ ആഗ്രയിലേക്ക് പോയി. സൂററ്റിൽ നിന്നും ആഗ്രയിലേക്കാണ് പോയത്. ആഗ്ര എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ആഗ്ര. ആഗ്ര ഉത്തർപ്രദേശിലാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് AD 1600-ലാണ്. ഇതൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഈ കമ്പനി രൂപീകരിച്ചത് എലിസബത്ത് ഫസ്റ്റിൻ്റെ കാലത്താണ്. ഇപ്പോഴിവിടുത്തെ രാജാവ് ചാൾസ് മൂന്നാമനാണ്. ബ്രിട്ടനിലെ ആദ്യത്തെ പ്രധാനമന്ത്രി വാൾപോളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. പാകിസ്ഥാനിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാനാണെന്നുള്ളതും ചൈനയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ചൗവൻലായി ആണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ചൗവൻലായി ആണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി താമസിക്കുന്ന വസതിയാണ് നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ്, DOWING. നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി താമസിക്കുന്നത്. നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ്. എന്നാൽ ബ്രിട്ടനിലെ രാജാക്കന്മാർ അധിവസിക്കുന്നത് ബക്കിംഗ്ഹാം പാലസിലാണ്. ബക്കിംഗ്ഹാം പാലസിലാണ് അവർ താമസിക്കുന്നുവെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ബ്രിട്ടൻ എന്ന് പറയുന്നത് 4 പ്രദേശങ്ങൾ ചേരുന്നതാണ്. ഐലൻഡുകൾ: വെയിൽസ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്. ഇങ്ങനെ 4 പ്രദേശങ്ങൾ ചേരുന്നതാണ് ബ്രിട്ടൻ എന്നും, ബ്രിട്ടനെ സൂര്യനസ്തമിക്കാത്ത രാഷ്ട്രം എന്ന് വിളിച്ചത് ക്രിസ്റ്റഫർ നോർത്ത് ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ക്രിസ്റ്റഫർ നോർത്ത്, ദ സൺ നെവർ സെറ്റ് ഓൺ ബ്രിട്ടൻ, അങ്ങനെ പറഞ്ഞത് ക്രിസ്റ്റഫർ നോർത്താണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു പേരാണ്, ക്രിസ്റ്റഫർ നോർത്തിൻ്റെ മറ്റൊരു പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്, ജോൺ വിൽസൺ. ജോൺ വിൽസൺ എന്നും ക്രിസ്റ്റഫർ നോർത്ത് എന്ന് പറയുന്ന ആളാണ് ബ്രിട്ടൻ സൂര്യനസ്തമിക്കാത്ത രാഷ്ട്രമെന്ന് പറയുന്നത്. കാരണം ബ്രിട്ടൻ്റെ പ്രദേശങ്ങൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും വ്യാപിച്ചു കിടന്നു. വലിയൊരു കൊളോണിയൽ രാജ്യമാണ് ബ്രിട്ടൻ. അതുകൊണ്ട് ബ്രിട്ടൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എപ്പോഴും സൂര്യനുണ്ടാകും. അതുകൊണ്ട് സൂര്യനസ്തമിക്കാത്ത രാഷ്ട്രമെന്ന് ബ്രിട്ടനെ വിളിച്ചത് ക്രിസ്റ്റഫർ ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ക്രിസ്റ്റഫർ നോർത്ത്, NORTH ആണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള ഒരു സ്റ്റേജിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാവരും ബോർഡിലേക്ക് വരിക. ബ്രിട്ടീഷുകാർ ഹെക്ടർ എന്ന കപ്പലിലാണ് വന്നത്. ബ്രിട്ടീഷുകാരുടെ പതാകയുടെ പേര് യൂണിയൻ ജാക്ക് എന്നാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. യൂണിയൻ ജാക്ക് ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നോക്കൂ, ബ്രിട്ടീഷ് പീരീഡിനെ ഞാൻ 2-3 ആക്കി തിരിക്കാൻ പോവുക. അതിലൊന്ന്, ബ്രിട്ടീഷ് പീരീഡ് തുടങ്ങുന്നത് AD 1600 മുതൽ 1757 വരെ ഒരു സ്റ്റേജ്. ഇനി 1757 മുതൽ 1773 വരെ ഒരു സ്റ്റേജ്. 1773 മുതൽ 1858 വരെ ഒരു സ്റ്റേജ്. 1858 മുതൽ 1947 ഓഗസ്റ്റ് 15 വരെ ഒരു സ്റ്റേജ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. AD 1600 മുതൽ 1757 വരെ. AD 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. എത്തിയത് 1608-ലാണ്. 1608-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികൾ രാജ്ഞിയിൽ നിന്നും അധികാരപത്രമൊക്കെല്ലാം വാങ്ങി ഇന്ത്യയിലെത്തുന്നത്. ജഹാംഗീർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എത്തുകയാണ്. ജഹാംഗീർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ 1757 പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് പ്ലാസി യുദ്ധം. 1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടന്നു. അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് സംസാരിക്കേണ്ടതുണ്ട്. ജൂൺ 23 ലോക വിധവാ ദിനമാണെന്ന് കൂടി മനസ്സിലാക്കുക. 1757 മുതൽ 1773 വരെ വേറൊരു സ്റ്റേജാണ്. കാരണം പ്ലാസി യുദ്ധം കഴിഞ്ഞു 1757. 1757 പ്ലാസി യുദ്ധം കഴിയുകയും ഈ പ്ലാസി യുദ്ധത്തിൻ്റെ അവസാനം 1757 മുതൽ 1760 വരെ റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ഗവർണറായി. ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ്, ബംഗാളിലെ ഗവർണർ. ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. കൊൽക്കത്ത വില്യംസ് ഫോർട്ട്, വില്യം കോട്ട, അവിടെ ഇരുന്നുകൊണ്ടാണ് ഭരണം നടത്തിയത്. അപ്പോൾ റോബർട്ട് ക്ലൈവ് പിന്നെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നാണ് ചാത്താൻ പ്രഭു ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ 1757 മുതൽ 1760 വരെ കൊൽക്കത്തയിലെ ബംഗാളിലെ ഗവർണറായിരുന്നു റോബർട്ട് ക്ലൈവ്. അദ്ദേഹം 60-ൽ തിരിച്ചു പോയിട്ട് 65-ൽ വന്ന് 67 വരെ ഗവർണറായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം ബംഗാളിലെ ഗവർണറായിരുന്നു
റോബർട്ട് ക്ലൈവ്. അദ്ദേഹം പിന്നീട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അത് നമുക്ക് പിന്നെ പരിശോധിക്കാം. അപ്പോൾ 2 പ്രാവശ്യം ബംഗാളിലെ ഗവർണറായിരുന്നു റോബർട്ട് ക്ലൈവ്. 1757 മുതൽ 1760 വരെയും 1765 മുതൽ 67 വരെയും 2 പ്രാവശ്യം ഗവർണറായി. 67 അദ്ദേഹം തിരിച്ചുപോയി. 67 തിരിച്ചു പോയപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പ്രവർത്തനോടുണ്ട്. 67 മുതൽ 72 വരെ ഇവിടെ ഒരു നേതൃത്വം ഉണ്ടായിരുന്നില്ല. ആകെ അരാജകത്വമായി. ബ്രിട്ടീഷുകാർ സ്വന്തം നിലയിൽ കച്ചവടം നടത്തി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആളുകളെ പിടിച്ചു പറിക്കാൻ തുടങ്ങി. അങ്ങനെ അരാജകത്വം ഉണ്ടായി. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒന്ന് നിയന്ത്രിക്കണമെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് തീരുമാനിച്ചു. ഏറ്റെടുക്കാനല്ല, നിയന്ത്രിക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കി. 1773 1772 വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിലെ ഗവർണറായി. 1772 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കി. ഈ റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബംഗാളിലെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. പരീക്ഷയ്ക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. റെഗുലേറ്റിംഗ് ആക്ട് എന്നാണ്? 1773. ആര് പാസ്സാക്കി? ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കി. റെഗുലേറ്റിംഗ് ആക്ടിലെ സവിശേഷത എന്താണ്? ബംഗാൾ ഗവർണറെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളാക്കി മാറ്റി. അപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ഈ വൈസ്രോയിമാരെ കുറിച്ച് പിന്നെ നമുക്കൊന്ന് പരിശോധിക്കണം. വാറൻ ഹേസ്റ്റിങ്സ് 1773 മുതൽ 1858 വരെ. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് കഴിഞ്ഞതിന് ശേഷം 1858 ആയപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരമെല്ലാം കഴിഞ്ഞ് 1858 വിക്ടോറിയ വിളംബരം പുറപ്പെടുവിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് രാജായി മാറി. ഇവിടെ മുതലാണ് ബ്രിട്ടീഷ് രാജായി മാറുന്നത്. ഇനി 1858 മുതൽ ബ്രിട്ടൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇനി പ്രസക്തിയില്ല, ബ്രിട്ടീഷ് ഭരണമായി മാറുകയാണ് ചെയ്തത്. 1858 മുതൽ പിന്നെ ഉള്ള കാര്യങ്ങൾ 1947 ഓഗസ്റ്റ് 15 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയത് AD 1600 ഒരു ട്രേഡിംഗ് കമ്പനിയാണ്. ഇതൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. എലിസബത്ത് രാജ്ഞിയുടെ കാലത്താണ് ഉണ്ടാക്കിയത്. ഈ കമ്പനിയുടെ പ്രതിനിധികൾ 1608 ഇന്ത്യയിലെത്തിയത്. വന്ന കപ്പൽ ഹെക്ടർ എന്നുള്ള കപ്പലാണ്. വന്നത് ക്യാപ്റ്റൻ ഹോക്കിൻസ് ആണ് വന്നെത്തിച്ചേർന്നത് സൂററ്റിലാണെന്നും സൂററ്റിലാണ് ആദ്യത്തെ കച്ചവട കേന്ദ്രം സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കച്ചവട കേന്ദ്രം സ്ഥാപിച്ചത് സൂററ്റിലാണ്. സൂററ്റ് ഗുജറാത്തിലാണ്. അത് 1613 ആദ്യത്തെ കച്ചവട കേന്ദ്രം സ്ഥാപിച്ചതെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ 1608 ക്യാപ്റ്റൻ ഹോക്കിൻസ്, 1613 സൂററ്റിൽ കച്ചവട കേന്ദ്രം സ്ഥാപിക്കുന്നു, 1615 തോമസ് റോ ഇന്ത്യയിൽ എത്തുന്നു. ഇത്രയും കഥകളാണ് നമ്മൾ ഈ ഭാഗത്ത് പറഞ്ഞത്. ഇനി 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. എന്താണെന്ന് വെച്ചാൽ, റോബർട്ട് ക്ലൈവ് 1757 പ്ലാസി യുദ്ധം നടത്തി. ജൂൺ 23 ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ വാറൻ ഹേസ്റ്റിംഗ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പെടുത്തുകയാണ്. എല്ലാവരും എഴുതിയെടുത്തോളൂ. നോക്കൂ. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് 1757. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ 1833 വില്യം ബെന്റിക്കാണ്. 1833 ചാർട്ടർ ആക്ട് അനുസരിച്ച് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായി മാറി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന് വിക്ടോറിയ വിളംബരം നടത്തി. വിക്ടോറിയ വിളംബരം നടത്തിയപ്പോഴത്തേക്ക് അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്ന ലോർഡ് കാനിങ്ങിനെ ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിച്ചു. ബ്രിട്ടൻ്റെ നേരിട്ടുള്ള പ്രതിനിധിയായിട്ട് നിയമിച്ചു. വൈസ്രോയിയായി നിയമിച്ചു. അപ്പോൾ ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ്, അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അത് ലോർഡ് കാനിങ് തന്നെയാണ്. ഈ വൈസ്രോയി സ്ഥാനം 1947 ഓഗസ്റ്റ് 15 വരെ തുടർന്നു. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ലൂയി മൗണ്ട് ബാറ്റനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947 ഓഗസ്റ്റ് 15. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യത്തെ ഗവർണർ ജനറൽ, പിന്നെ പേര് വീണ്ടും മാറ്റുകയാണ്, ഗവർണർ ജനറൽ ആയത് ലൂയി മൗണ്ട് ബാറ്റൻ. അവസാനത്തേതും
ഇന്ത്യക്കാരനുമായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി, അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ സി രാജഗോപാലാചാരി. ഈ പറഞ്ഞതിൽ നിന്ന് PSC ചോദിക്കാൻ വളരെ ചാൻസുള്ള ക്വസ്റ്റ്യനുണ്ട്. ഒരിക്കൽ കൂടി, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ്. അടുത്തത്, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാറൻ ഹേസ്റ്റിംഗ് 1773. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വില്യം ബെന്റിക് 1833. വില്യം ബെന്റിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വില്യം ബെന്റിക്കാണ് സതി നിരോധിച്ചത്. 1829 ഡിസംബർ 4. 1829 ഡിസംബർ 4 മറന്നുപോയി. റെഗുലേഷൻ 17 അനുസരിച്ച് 1829 ഡിസംബർ 4 തീയതി വില്യം ബെന്റിക് സതി നിരോധിച്ചു. രാജാറാം മോഹൻ റോയ് സഹായിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ലോർഡ് ക്യാനിങ് ആയിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നതിന് ശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തപ്പോഴത്തേക്ക് ഗവർണർ ജനറലിൻ്റെ പേര് വൈസ്രോയി എന്നാക്കി മാറ്റി. ആദ്യത്തെ വൈസ്രോയിയാണ് ലോർഡ് ക്യാനിങ് പ്രഭു. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വൈസ്രോയി ലൂയി മൗണ്ട് ബാറ്റൺ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വൈസ്രോയിയുടെ പേര് വീണ്ടും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. അങ്ങനെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റണും അവസാനത്തേത് സി രാജഗോപാലാചാരിയും ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. മഹാത്മാഗാന്ധിജിയെ ഒൺമാൻ ആർമി എന്ന് വിളിച്ചത് ലൂയി മൗണ്ട് ബാറ്റൺ ആണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി വയ്ക്കണം. ഒരു മാർക്കിന് PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. ഇനി പരീക്ഷയ്ക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും നല്ല അധ്യാപകരാകുമെങ്കിൽ, നിങ്ങളൊരാൾക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമെങ്കിൽ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൗണ്ട് ഒരുക്കുകയാണ്. ഗ്രൗണ്ടാണ് ഒരുക്കുന്നത്. ആരാണ് ബ്രിട്ടീഷുകാർ, എപ്പോഴാണ് ഇവിടെ വന്നത്, അവരാരൊക്കെയാണ് ഇവിടെ ഭരിച്ചത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? എല്ലാവരും ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു വിനീതമായ തുടക്കമായിരുന്നു. ഒരു വളരെ വിനീതമായൊരു തുടക്കം. ബ്രിട്ടനിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇറക്കി കൊടുത്തിരുന്നത് ഡച്ചുകാരായിരുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വൈ ദർ ഈസ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, വാട്ട് വാസ് ദ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്, ദാറ്റ് യു ഹാവ് ടു ലേൺ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ട്രേഡിംഗ് കമ്പനിയാണ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഇതുണ്ടാക്കാനുള്ള കാരണം ഡച്ചുകാർ ബ്രിട്ടനിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇറക്കി കൊടുത്തതിന് ഒരു റാത്തലിന് 5 ഷില്ലിംഗ് വില കൂട്ടി. 5 ഷില്ലിംഗ് ആണല്ലോ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാനുള്ള കാരണം. 5 ഷില്ലിംഗ്. 16 ഷില്ലിംഗ് ആണ് ഒരു പൗണ്ട്. ബ്രിട്ടനിലെ നാണയത്തിൻ്റെ പേരാണ് പൗണ്ട്. അമേരിക്കയിലെ നാണയമാണ് ഡോളർ. ചൈനയിലെ നാണയമാണ് യുവാൻ. റഷ്യയിലെ നാണയമാണ് റൂബിൾ. ജപ്പാൻ്റെ നാണയമാണ് യെൻ. ഇസ്രായേലിൻ്റെ നാണയമാണ് ഷക്കേൽ. ജർമ്മനിയുടെ മാർക്ക്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ യൂറോ നാണയം ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും നമ്മളിത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഡച്ചുകാർ ബ്രിട്ടനിൽ ഇറക്കി കൊടുത്ത കുരുമുളകിന് ഒരു റാത്തലിന് 5 ഷില്ലിംഗ് വില കൂട്ടി. 16 ഷില്ലിംഗ് ആണ് ഒരു പൗണ്ട് അല്ലെങ്കിൽ ഒരു പവൻ. ബ്രിട്ടനിലെ നാണയമാണ് പൗണ്ട്. ഇതിൽ പ്രകോപിതരായ ബ്രിട്ടനിലെ കച്ചവടക്കാർ ഇങ്ങനെ വില കൂട്ടിയതുകൊണ്ട് 5 ഷില്ലിംഗ് കുരുമുളകിനും മറ്റും വില കൂട്ടിയതാണ് ഈ പ്രശ്നം. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 1599 ഡിസംബർ മാസം 24 തീയതി 1599 ഡിസംബർ മാസം 24 തീയതി 24 കച്ചവടക്കാർ ലണ്ടനിലെ ലഡൻ ഹാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉച്ചയ്ക്ക് ശേഷം ഒരു ജീർണിച്ച കെട്ടിടത്തിൽ ഒരു മീറ്റിംഗ് കൂടി. നമുക്കെന്തുകൊണ്ട് കച്ചവടം നടത്തിക്കൂടാ? എന്തിനാണ് ഡച്ചുകാരെ നമ്മൾ സാധനം വാങ്ങുന്നത്? ഡച്ചുകാർ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വില കൂട്ടുകയല്ലേ, അതുകൊണ്ട് വി ഹാവ് ടു ഫോം അവർ ഓൺ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അവർ പണപ്പിരിവ് നടത്തി. 125 ഷെയർ ഹോൾഡേഴ്സിനെ കണ്ടെത്തി 72,000 പവൻ മുടക്കി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള ഒരു ട്രേഡിംഗ് കമ്പനി രൂപീകരിച്ചു. ഈ ട്രേഡിംഗ് കമ്പനിയാണ് പിന്നീട് ഇന്ത്യയിൽ വന്നതും. ഇന്ത്യയിൽ ട്രേഡ് ഫോളോസ് ദ ഫ്ലാഗ്. ട്രേഡിനെ എന്തുകൂടെ തുടരും? ഫ്ലാഗ് യൂണിയൻ ജാക്ക്. അങ്ങനെ യൂണിയൻ ജാക്കുമായിട്ട് ഇവിടെ വരികയും നമ്മുടെ രാജ്യത്തെ അവർ
കൈവശപ്പെടുത്തുകയും ചെയ്ത കഥ ആണ് നമുക്ക് പറയേണ്ടത്. 1599 ഡിസംബർ 31 ഔദ്യോഗികമായ അനുമതി കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എലിസബത്ത് രാജ്ഞിയിൽ നിന്നും ഒരു കത്തുമെല്ലാം വാങ്ങി ക്യാപ്റ്റൻ ഹോക്കിൻസ് ജഹാംഗീർ ചക്രവർത്തിയെ വന്ന് കാണുകയാണ്. ജഹാംഗീർ ചക്രവർത്തി നമുക്കറിയാം, മുഗൾ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയാണ് ജഹാംഗീർ ചക്രവർത്തി. മുഗൾ രാജാക്കന്മാർ തുടങ്ങുന്നത് ബാബറിൽ നിന്നാണ് തുടങ്ങുന്നത്. 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ബാബർ മുതൽ അവസാനത്തെ ബഹദൂർ ഷാ സഫർ വരെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് ബഹദൂർ ഷാ സഫർ വരെയുള്ള 17 മുഗൾ രാജാക്കന്മാരുണ്ടായിരുന്നു. ജഹാംഗീർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ക്യാപ്റ്റൻ ഹോക്കിൻസ് എത്തിച്ചേർന്നു. ഭയങ്കര സ്വീകരണമാണ് കിട്ടിയത്. സ്വീകരണം കിട്ടിയെന്ന് മാത്രമല്ല, ജഹാംഗീർ ചക്രവർത്തി ഇദ്ദേഹത്തിന് സമ്മാനമായി ഒരു അർമേനിയൻ പെൺകുട്ടിയെ കൊടുത്തു. സമ്മാനമായിട്ട്, എന്നൊക്കെ അങ്ങനെയാണ് സമ്മാനം കൊടുക്കുന്നത്. സമ്മാനമായിട്ട് കൊടുത്തു. ഇയാൾ ട്രേഡിലൊന്നും വലിയ താല്പര്യം കാണിച്ചില്ല. ലൈംഗിക ജീവൻ ധന്യമാക്കിക്കൊണ്ട് അയാൾ വന്ന് ചെയ്യാതെ അയാൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. 1613 സൂററ്റിൽ കച്ചവട കേന്ദ്രം സ്ഥാപിച്ചു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കാനുണ്ടായ പശ്ചാത്തലം. 1 ഡച്ചുകാർ കുരുമുളക് ഇറക്കുമതി ചെയ്തു. ഒരു റാത്തലിന് 5 ഷില്ലിംഗ് കൂട്ടി. 16 ഷില്ലിംഗാണ് ഒരു പൗണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് ബ്രിട്ടനിലെ കച്ചവടക്കാർ 1599 ഡിസംബർ മാസം 24 24 കച്ചവടക്കാർ ലണ്ടനിലെ ലഡൻ ഹാളിലെ ഒരു ജീർണിച്ച കെട്ടിടത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു മീറ്റിംഗ് കൂടി 125 ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും 72,000 പവൻ മുടക്കി ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കി. എലിസബത്ത് രാജ്ഞിയിൽ നിന്ന് അധികാരപത്രമെല്ലാം വാങ്ങി നേരെ ക്യാപ്റ്റൻ ഹോക്കിൻസ് ഹെക്ടർ എന്നുള്ള കപ്പലിൽ യൂണിയൻ ജാക്ക് പതാകയും പാറിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തുകയാണ് ചെയ്തത് ജഹാംഗീർ ചക്രവർത്തിയുടെ കാലത്ത്. ഇവിടെ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്, പക്ഷേ ഞാൻ കൂടുതൽ പറയുന്നില്ല. മുഗളിലെ ആദ്യത്തെ രാജാവ് നിങ്ങൾക്കറിയാം, ചക്രവർത്തി ബാബർ. അവസാനത്തത് ബഹദൂർ ഷാ സഫർ. 17 ചക്രവർത്തിമാരാണ് ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഏതായാലും 1191 തറൈൻ യുദ്ധം, 1191 ഒന്നാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ ഏറ്റുമുട്ടി. അതിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെട്ടു. രണ്ടാം തറൈൻ യുദ്ധം 1192 അതിൽ പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെടുകയും മുഹമ്മദ് ഗോറി വിജയിക്കുകയും ചെയ്തു. അങ്ങനെ മുസ്ലിം ഭരണത്തിന് നമ്മുടെ രാജ്യം വഴിമാറുകയാണ് ചെയ്തത്. തറൈൻ എന്ന് പറയുന്ന പ്രദേശം ഹരിയാനയിലാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. 1207 മുതൽ 1526 വരെ ഡൽഹി സുൽത്താനേറ്റാണ് ഭരിച്ചത്. ആക്കിദു സലോ, അഡ്വ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സെയ്ദ് വംശം, ലോധി വംശം. അവസാനത്തെ ലോധി രാജാവായ ഇബ്രാഹിം ലോധിയെ ആണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയത്. പാനിപ്പട്ട് എന്ന് പറയുന്ന സ്ഥലം ഹരിയാനയിലാണെന്നും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. കുരുക്ഷേത്രയും ഹരിയാനയിലാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇന്ത്യക്ക് ഒരു ഭരണഘടനയിലേക്ക് കിടക്കാം. ഇതൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഒരു ഗ്രൗണ്ടായിട്ട് കിടക്കണം മനസ്സിൽ. നമ്മുടെ രാജ്യം ഇങ്ങനെ ആയിരുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ 1608 വന്നു. കുറേശ്ശെ നമ്മളെ രാജ്യത്തെ പിടിക്കുകയാണ്. ട്രേഡ് ഫോളോസ് ദ ഫ്ലാഗാണ് മുദ്രാവാക്യം. മോർ ഗോൾഡ്, മോർ വെൽത്ത്, മോർ പ്രോസ്പെരിറ്റി, അതാണ് രാജ്യങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി രാജാക്കന്മാർ സഹായിക്കുകയാണ് നാവികരെ. എല്ലായിടത്തും പോയി പണം കൊണ്ടുവരാൻ പറയുകയാണ്. അങ്ങനെ ഇന്ത്യയിൽ എത്തിച്ചേർന്നവർ ഇവിടെ കച്ചവടം നടത്തുകയും അവസാനം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വിക്ടോറിയ വിളംബരം വഴി 1858 വിക്ടോറിയ വിളംബരം വഴി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നുണ്ട്. 1947 ഓഗസ്റ്റ് 15 വരെ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടൻ്റെ ഭരണഘടനയുടെ ഭാഗമായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതേയില്ല. നമ്മൾ ഭരണഘടന ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത് സൈമൺ കമ്മീഷൻ ഇന്ത്യയുടെ ഭരണപരിഷ്കാരത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് 1927 സൈമൺ കമ്മീഷനെ പ്രഖ്യാപിച്ചു. ഇറ്റ് വാസ് എ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 7 മെമ്പേഴ്സ്. ഓൾ വൈറ്റ് കമ്മീഷനാണ്, എല്ലാം വെള്ളക്കാരായതുകൊണ്ട് ഇന്ത്യക്കാരെ അതിനെ ബഹിഷ്കരിച്ചതും. 28 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുകയും 30 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നതുമെല്ലാം ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ദ ലെങ്തിയസ്റ്റ് ആക്ട് പാസ്ഡ് ബൈ
ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫോർ ഇന്ത്യൻസ്. ഇറ്റ് ഹാഡ് 321 സെക്ഷൻസ് ആൻഡ് 10 ഷെഡ്യൂൾസ്. അതുപോലെ തന്നെ ഈ 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ് ബ്ലൂ പ്രിൻ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. 1935 മുതൽ 1947 ഓഗസ്റ്റ് 15 വരെ നമ്മൾ പിന്തുടർന്നതും റിപ്പബ്ലിക് ആകുന്നത് വരെ നമ്മൾ പിന്തുടർന്നതും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിനു മുമ്പൊരു പ്രശ്നമുണ്ട്. 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം നമുക്ക് കുറച്ച് അവകാശങ്ങളൊക്കെ തന്നു. ചോദ്യങ്ങൾ ചോദിക്കാനും പ്രമേയങ്ങൾ അവതരിപ്പിക്കാനും നമ്മളെ സമ്മതിച്ചു. അതുപോലെ തന്നെ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മുണ്ടേഗു ചെംസോട് ഭരണപരിഷ്കാരം വന്നു 1919. പിന്നെ പ്രോവിൻസിൽ ഡയാർക്കി ഏർപ്പെടുത്തി, ദ്വിഭരണം ഏർപ്പെടുത്തി. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഭരണപരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് ഇന്ത്യക്കാരുടേതായ ഒരു ഭരണഘടന വേണം എന്ന ചിന്താഗതി പലരിലും ഉദിക്കുകയുണ്ടായി. അങ്ങനെ ഈ ചിന്താഗതി ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എം.എൻ. റോയ്. അവിടെ മുതൽ കഥയുടെ രണ്ടാം ഭാഗം. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം. വി ആർ ഇന്ത്യൻസ്, വി ഹാവ് അവർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് വാസ് ഫസ്റ്റ് ഡിമാൻഡഡ് ബൈ എം.എൻ. റോയ്. എം.എൻ. റോയിയെ അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. മാനവേന്ദ്രനാഥ റോയ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടത്. മാനവേന്ദ്രനാഥ റോയ്. അദ്ദേഹം എം.എൻ. റോയ് വാസ് എ പൈനിയർ കമ്മ്യൂണിസ്റ്റ്, റവല്യൂഷണറി, ഫിലോസഫർ, and he formed the Mexican Communist Party, Indian Communist Party, father of Indian Communist Party, M.N. Roy, Manavendranath Roy. His real name was Narendranatha Bhattacharya. നരേന്ദ്രനാഥ ചതോപാധ്യായ ഭട്ടാചാര്യ, രണ്ടു മൂന്ന് തന്നെയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് എം.എൻ. റോയിയുടെ ഒളിവ് ജീവിതത്തിലെ പേരാണ് മാനവേന്ദ്രനാഥ റോയ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നരേന്ദ്ര ഭട്ടാചാര്യ എന്നാണെന്ന് മനസ്സിലാക്കി വെച്ചോണം. അപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട വ്യക്തി 1934 ആവശ്യപ്പെട്ടത് ആരാണ്? എം.എൻ. റോയ്. മാനവേന്ദ്രനാഥ റോയ്, നരേന്ദ്രനാഥ ഭട്ടാചാര്യ. ഈ ഭരണഘടന ഇന്ത്യക്ക് വേണമെന്ന് ആദ്യം അദ്ദേഹം ഒരു വീക്ക്ലി മാഗസിനിലാണ് എഴുതിയത്. ദ ഇന്ത്യൻ പാട്രിയോട്ട്. ദ പാട്രിയോട്ട് എന്നുള്ള മാഗസിനിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡിമാൻഡ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചില കൃതികൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എം.എൻ. റോയിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. എം.എൻ. റോയ് ബംഗാളിയാണ്. ആദ്യം അത് മനസ്സിലാക്കുക. എം.എൻ. റോയ് ബംഗാളിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് പരീക്ഷയ്ക്ക് ചോദിച്ച് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇന്ത്യ പരിവർത്തനത്തിൽ, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ്. TRANSITION, ട്രാൻസിഷൻ, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. അതുപോലെ തന്നെ ദ ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ്. എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ സുഹൃത്തുക്കൾ? ദ ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ്. ദ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന പുസ്തകം എഴുതിയത് എ കാറൽ മാർക്സ്, ബി എംഗൽസ്, EMS, ദെൻ എം.എൻ. റോയ്. നിങ്ങൾ മിക്കവാറും കാറൽ മാർക്സ് എന്ന് എഴുതുള്ളൂ. ദ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന പുസ്തകം എഴുതിയത് എം.എൻ. റോയിയാണ്. അതേസമയം കാറൽ മാർക്സിനെ ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതാണ്. കാറൽ മാർക്സ് ജർമ്മനിയിലെ ട്രിവ്സിലാണ് ജനിച്ചത്. കാറൽ മാർക്സ് 1848 കാറൽ മാർക്സും എംഗൽസും കൂടി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു. 1848 1818 അദ്ദേഹം ജനിച്ചത്. കാറൽ മാർക്സ് ജനിച്ചത് 1818 ജർമ്മനിയിലെ ട്രിവ്സിൽ. മരിച്ചത് 1883 ബ്രിട്ടനിലാണ് മരിച്ചത്. ഹൈഗേറ്റ് സെമിത്തേരിയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ മിച്ചമൂല്യ സിദ്ധാന്തം വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിൻ്റെ ദസ് ക്യാപിറ്റൽ എന്ന പുസ്തകം 1867 ദസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ചത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പുറംചട്ടയിലുള്ള വാക്യമാണ് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. PSC 1 മാർക്ക് ചോദിച്ചതാണ്. കാറൽ മാർക്സിനെ കുറിച്ച് സന്ദർഭവശാൽ ഞാൻ പറഞ്ഞതാണ്. കാറൽ മാർക്സും എംഗൽസും ജനിച്ചത് ജർമ്മനിയിലാണെന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കി വെക്കണം. അത് നമ്മുടെ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഹൂ ഡിമാൻഡഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ? ദ വെരി ഫസ്റ്റ് എം.എൻ. റോയ് ഡിമാൻഡഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. ഹി വാസ് എ ഗ്രേറ്റ് റെവല്യൂഷണറി and he was a prolific writer. India in Transition, the historical role of Islam, the Communist International, beyond communism. കമ്മ്യൂണിസത്തിനപ്പുറം, ബിയോണ്ട് കമ്മ്യൂണിസം അദ്ദേഹത്തിൻ്റെ വേറൊരു പുസ്തകമാണ്. ഇതിന് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ചിന്തകനും കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു എം.എൻ. റോയ് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത്.
ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട ആദ്യത്തെ പാർട്ടി അത്. ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയാണ്. കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി, അതുകൊണ്ട് അതിനെ സ്വരാജ് പാർട്ടി എന്ന് വിളിച്ചാൽ മതി. രൂപീകരിച്ചത് 1923 ജനുവരി 1 അതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് അലഹബാദിലാണ്. ആദ്യ സമ്മേളനം നടന്നത്. കോൺഗ്രസ് സ്വരാജ് പാർട്ടിയുടെ പ്രസിഡൻ്റായിരുന്നു CR ദാസ്, ചിത്തരഞ്ജൻ ദാസ്, CR ദാസ്, ദേശബന്ധു എന്നറിയപ്പെടുന്നത്. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു മോട്ടിലാൽ നെഹ്റു. അപ്പോൾ മോട്ടിലാൽ നെഹ്റുവും CR ദാസും കൂടെ ചേർന്നാണ് കോൺഗ്രസ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 1923 എന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ദ കോൺഗ്രസ് സ്വരാജ് പാർട്ടി ഡിസൈഡഡ് ടു കണ്ടസ്റ്റ് ദ ഇലക്ഷൻസ് ആൻഡ് ദേ വാണ്ടഡ് കൗൺസിൽ എൻട്രി. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട് വൈ ദർ ഈസ് കോൺഗ്രസ് സ്വരാജ് പാർട്ടി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് കോൺഗ്രസ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? അതിൻ്റെ ചരിത്ര പശ്ചാത്തലം 1920 മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു, ബോയ്ക്കോട്ട് മൂവ്മെൻ്റ് ആരംഭിച്ചു. ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ വലിയ ദേശീയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. രണ്ടാമത്തെ ദേശീയ പ്രസ്ഥാനമാണ് നിയമലംഘന പ്രസ്ഥാനം. മൂന്നാമത്തെ ദേശീയ പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അങ്ങനെ 3 രാജ്യം മുഴുവനും അലയടിച്ച പ്രസ്ഥാനങ്ങളാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുണ്ടായത്. നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നതാണ് നമ്മുടെ ഉപ്പ് നിഷേധമൊക്കെ വരുന്നത്, പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം. അങ്ങനെ 3 ദേശീയ പ്രക്ഷോഭങ്ങൾക്കാണ് മഹാത്മാഗാന്ധി എന്ന അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ വിളിച്ച മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഗാന്ധിയെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇവിടെ ഈ സ്വരാജ് പാർട്ടി രൂപീകരിക്കാനുള്ള സാഹചര്യം എന്താണ്? 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ആ നിസ്സഹകരണ പ്രസ്ഥാനം വളരെ ശക്തിയായി ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതുകയായിരുന്നു. എവരിവൺ വാസ് ബിഗിൻ ദ നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്. ദർ വാസ് എ ഹെവി പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് ദ ബ്രിട്ടീഷ്. പക്ഷേ 1922 ഫെബ്രുവരി 5 ചൗരി ചൗര എന്ന സ്ഥലത്ത് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ആ ചൗരി ചൗര എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ വെച്ച് ഇന്ത്യക്കാർ 22 പോലീസുകാരെ പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് ചുട്ടുകൊന്നു. ഇത് ഗാന്ധിജിയെ പ്രകോപിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങളും അഹിംസയിൽ അധിഷ്ഠിതമായിരിക്കണം. അതുകൊണ്ട് ആൾ ഓൺ എ സഡൻ ഹി വിഡ്രൂ നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് വിത്തൗട്ട് കൺസൾട്ടിങ് ദ ലീഡേഴ്സ്. ആരോടും ആലോചിക്കാതെ അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു കളഞ്ഞു. പിൻവലിക്കുക മാത്രമല്ല, മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ ഈ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് ഒരു ഹിമാലയൻ ബ്ലണ്ടറായിപ്പോയി, ഞാൻ തുടങ്ങാൻ പാടില്ലായിരുന്നു. ഇത് ഒരു ഹിമാലയൻ ബ്ലണ്ടറാണ്. നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് ഹിമാലയൻ ബ്ലണ്ടർ എന്ന് മഹാത്മാഗാന്ധിജിയും, ബ്രിട്ടീഷുകാർക്കെതിരായി സമരം നല്ല പുരോഗമിച്ചപ്പോൾ ഇതിനെ പിൻവലിച്ചു കളഞ്ഞത് ഒരു ദേശീയ ദുരന്തമെന്നുമാണ് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത്. നാഷണൽ ട്രാജഡി. ദ വിഡ്രോവൽ ഓഫ് നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് എ നാഷണൽ ട്രാജഡി ബൈ സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധി പറഞ്ഞത് ഒരു ഹിമാലയൻ ബ്ലണ്ടറായി തുടങ്ങാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചപ്പോൾ ചില ആളുകൾ തീരുമാനിച്ചു ഇനി കോൺഗ്രസിനുണ്ട് എന്നിട്ട് വലിയ കാര്യമില്ല, അതുകൊണ്ട് കാര്യം ചെയ്ത് നമുക്കൊരു പാർട്ടി ഉണ്ടാക്കാം. സ്വരാജ് പാർട്ടി ഉണ്ടാക്കി 1923 സ്വരാജ് പാർട്ടി ഉണ്ടാക്കി. സ്വരാജ് പാർട്ടി ബ്രിട്ടീഷ് കൗൺസിൽ അംഗമാകാൻ തീരുമാനിക്കുകയും അതുപോലെ തന്നെ ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും മത്സരിക്കുകയും വിജയിക്കുകയും ആ വേദികളെല്ലാം ഇന്ത്യക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ എതിർക്കാനും സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. അതാണ് എൻ്റെ ചരിത്രം. അപ്പോൾ ആദ്യം ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞ MN റോയ്, ആദ്യം ഭരണഘടന വേണമെന്ന് പറഞ്ഞ പാർട്ടി സ്വരാജ് പാർട്ടി, കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു CR ദാസ്, ദേശബന്ധു എന്നറിയപ്പെടുന്നു. CR ദാസ് ബംഗാളിയാണ്. അതുപോലെ തന്നെ ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രൂസ് ആണ്. CF ആൻഡ്രൂസ്, നമ്മൾ ലാസ്റ്റ് ഗൈഡുകാരെ ശ്രദ്ധിച്ചോളൂ. CF ആൻഡ്രൂസ്, അദ്ദേഹത്തെ ദീനബന്ധു എന്നറിയപ്പെടുന്നു. സ്വരാജ് പാർട്ടിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചത് മോട്ടിലാൽ നെഹ്റു ആണെന്ന് മനസ്സിലാക്കുക. ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ഒരു സമ്മേളനം ഫൈസ്പൂറിൽ നടന്നു. FAIZ FAIZPUR ഫൈസ്പൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ സമ്മേളനത്തിൽ അധ്യക്ഷനായത് ജവഹർലാൽ നെഹ്റുവാണ്. ഫൈസ്പൂർ സമ്മേളനം മഹാരാഷ്ട്രയിലാണ്. ഫൈസ്പൂർ, ഈ ഫൈസ്പൂർ സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ആദ്യമായൊരു വില്ലേജിലേക്ക് വന്നത്. കർഷകർ കൂട്ടമായി ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. കർഷകർ ആവശ്യപ്പെട്ടു, ഞങ്ങൾ നികുതി കുറയ്ക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഈ ഫൈസ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ
ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആവശ്യപ്പെട്ടു, നമുക്ക് സെൽഫ് റൂൾ വേണം. അപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന വേണം, സ്വാതന്ത്ര്യം വേണം. ഒന്നൊക്കെ ആവശ്യപ്പെട്ടത് ഫേസ് 4 സമ്മേളനമാണെന്നും അത് മഹാരാഷ്ട്രയിലാണെന്നും നെഹ്റു അധ്യക്ഷനായിരുന്നു എന്നുള്ളതും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. INC സമ്മേളനം 1936 ഫേസ് 4 കോൺഗ്രസ് സമ്മേളനം. കോൺഗ്രസിനെ കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാം. കോൺഗ്രസ് 1885 ഡിസംബർ 28 രൂപീകരിച്ചു. 1885 ഡിസംബർ 28 കോൺഗ്രസിൻ്റെ ജന്മദിനമാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ ചരമം കാണാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ലോർഡ് കഴ്സനാണ്. ഈ കോൺഗ്രസ് നശിക്കണം, എൻ്റെ ചരമം കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞത് ലോർഡ് കഴ്സൺ ആണെന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 1885 ഡിസംബർ 28 INC രൂപീകരിച്ചു. ബോംബെയിലാണ് രൂപീകരിച്ചത്. പൂനെയിലാണ് സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. അവിടെ പ്ലേഗ് ബാധിച്ചുകൊണ്ട് സമ്മേളനം ബോംബെയിലേക്ക് മാറ്റി. 72 പ്രതിനിധികൾ പങ്കെടുത്തു. ലാസ്റ്റ് ഗഡ് ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് ഗഡ് എവിടെ? ANC രൂപീകരിച്ചതെന്ന് 1885 ഡിസംബർ 28. കോൺഗ്രസിൻ്റെ ജന്മദിനമെന്ന് ഡിസംബർ 28. കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഡഫറിൻ. തിരിച്ചിടുന്ന ലോർഡ് ഡഫറിൻ ആയിരുന്നു വൈസ്രോയി. കോൺഗ്രസിൻ്റെ സമ്മേളനം ആദ്യം കൂടിയത് എവിടെയാണ്? ബോംബെയിലാണ്. എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? 72 പേര് പങ്കെടുത്തു. എവിടെയാണ് സമ്മേളനം നടന്നത്? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് മീറ്റിംഗ് നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഏവോ ഹ്യൂമും ആദ്യത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ചെയർമാൻ പ്രസിഡൻ്റായിരുന്നത് WC ബാനർജിയാണെന്ന് മനസ്സിലാക്കണം. ഇപ്പം നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ കർണാടകക്കാരനാണ്. അദ്ദേഹം രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുന ഖാർഗെ എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. 2 കോൺഗ്രസ് സമ്മേളനം കൂടി പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. 1924 കോൺഗ്രസ് സമ്മേളനം ബെൽഗാമിലാണ് നടന്നത്. ബെൽഗാം കർണാടകത്തിലാണ്. ഗാന്ധിജിയെ INC പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. 1924 ബെൽഗാം കോൺഗ്രസ് ഗാന്ധിജി INC പ്രസിഡൻ്റായി. 1897 അമരാവതി കോൺഗ്രസ്. 1897 മഹാരാഷ്ട്രയിലാണ് അമരാവതി കോൺഗ്രസിൽ INCയുടെ പ്രസിഡൻ്റായത് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന മലയാളിയാണെന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത്, ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു പ്രതിനിധി സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ക്ലമൻ്റ് ആറ്റ്ലി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന പ്രധാനമന്ത്രിയാണ് ക്ലമൻ്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് മന്ത്രിമാരുടെ ഒരു സംഘത്തെ അയച്ചു. അതിന് പറയുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ. അവർ 3 പേരും അവിടുത്തെ മന്ത്രിമാരായിരുന്നു. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുന്നത് 1946 മാർച്ച് മാസം 24 ക്യാബിനറ്റ് മിഷൻ. ആ മിഷൻ ദൗത്യം ഒന്നാണ്. ഈ ക്യാബിനറ്റ് മിഷൻ്റെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കുക, ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് ഉണ്ടാക്കുക, അതായിരുന്നു ഉദ്ദേശം. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ വിഭജനത്തെ എതിർത്തു. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇന്ത്യ വിഭജനം അവരുടെ അജണ്ടയിൽ ഇല്ലായിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഒപ്പോസ്ഡ് ദ ഡിവിഷൻ ഓഫ് ഇന്ത്യ ഇൻറ്റു 2 ഡൊമിനിയൻസ്, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അങ്ങനെ അതിനെ എതിർക്കുകയാണ് ക്യാബിനറ്റ് മിഷൻ ചെയ്തത്. ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ്. അതിന് നേതൃത്വം കൊടുത്തത് പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ 1946 അയച്ചത് ആരാണെന്ന് വെച്ചാൽ ക്ലമൻ്റ് ആറ്റ്ലിയാണ്. ക്ലമൻ്റ് ആറ്റ്ലി ആരാണെന്ന് വെച്ചാൽ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്നു ക്ലമൻ്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന ക്ലമൻ്റ് ആറ്റ്ലിയാണ്. ലേബർ പാർട്ടിയുടെ നേതാവായിരുന്നു ക്ലമൻ്റ് ആറ്റ്ലി, ബ്രിട്ടനിലെ പ്രധാനമന്ത്രി. എന്നാൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലോർഡ് വേവൽ ആയിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ലോർഡ് വേവലിൻ്റെ കാലത്താണ് ക്യാബിനറ്റ് മിഷൻ എത്തിയത്. ഈ ക്യാബിനറ്റ് മിഷൻ ശുപാർശ പ്രകാരം ഇന്ത്യക്ക് ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചു. ഈ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്നാൽ സൈമൺ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് ചോദിക്കാം. സൈമൺ കമ്മീഷൻ വാസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, സോ ദേ ആർ ലൈബിൾ ടു ഗീവ് റിപ്പോർട്ട്സ്. മാറാൻ പറ്റില്ല, സ്റ്റാറ്റ്യൂട്ടറി ആയിരുന്നു. എന്നാൽ ക്യാബിനറ്റ് മിഷൻ വാസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇത് മന്ത്രിമാരുടെ ഒരു സമിതിയായിരുന്നു. ഈ മന്ത്രിമാരുടെ സമിതി ഇന്ത്യയിൽ വന്ന് 2 കക്ഷികളുമായി, മുസ്ലിങ്ങളും കോൺഗ്രസുമായിട്ടെല്ലാം നെഗോസിയേഷൻ നടത്തുക, ചർച്ച നടത്തുക, അധികാര കൈമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് ക്യാബിനറ്റ് മിഷൻ. ആദ്യം ക്യാബിനറ്റ് മിഷൻ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചു. 1946 സെപ്റ്റംബർ 2 ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചു. ഇപ്പോൾ 47 സ്വാതന്ത്ര്യം തരാൻ പോവുകയാണ്.
ആ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു ലോർഡ് വേവൽ, അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു ജവഹർലാൽ നെഹ്റു. ആദ്യത്തെ ഇടക്കാല ഗവൺമെൻറ്റിൽ 14 മന്ത്രിമാരുണ്ടായിരുന്നു. ഇടക്കാല ഗവൺമെൻറ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടേതായ ഗവൺമെൻറ് ഉണ്ടാക്കി. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിട്ട് 14 മന്ത്രിമാരുള്ള ഒരു സമിതി, ഒരു മന്ത്രിസഭ 1947 ഓഗസ്റ്റ് 15 അപ്പോൾ ഇടക്കാല ഗവൺമെൻറ്റിലും സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്കും മന്ത്രിമാരുടെ എണ്ണം 14 തന്നെ എന്ന് മനസ്സിലാക്കുക. ഇടക്കാല ഗവൺമെൻറ്റിൽ ജവഹർലാൽ നെഹ്റു വഹിച്ചിരുന്ന പങ്ക് അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയാണ്. ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അത് ഇവരുടെ ശുപാർശ പ്രകാരമാണ്. അങ്ങനെ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കുക. ആ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കിയത്. പാകിസ്ഥാൻ്റെ അംഗങ്ങൾ പിൻവലിഞ്ഞു പോയപ്പോൾ 299 പേരുണ്ടായിരുന്നു. ഇനി അവശേഷിക്കുന്ന 299 പേരാണ്. ഈ 299 പേരിൽ 229 പേര് പ്രവിശ്യകളിൽ നിന്നും 70 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുമായിരുന്നു. അപ്പോൾ 229 അധികം 70 സമം 299 അംഗങ്ങളാണ് അവശേഷിച്ചത്. ഈ 299 അംഗങ്ങളിൽ 17 മലയാളികളുണ്ടായിരുന്നു. 17 മലയാളികൾ. ഈ 17 മലയാളികളിൽ 3 വനിതകൾ ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 17 മലയാളികൾ ഉണ്ടായിരുന്നു. പട്ടം താണുപിള്ള ഉണ്ടായിരുന്നു, ജോൺ മത്തായി ഉണ്ടായിരുന്നു, പനമ്പള്ളി ഗോവിന്ദമേനോൻ ഉണ്ടായിരുന്നു. അങ്ങനെ പുരുഷന്മാരും 3 വനിതകളുണ്ടായിരുന്നു. വനിതകളിൽ ഒന്ന് ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇതിൽ ആനി മസ്ക്രിൻ തിരുവിതാംകൂറിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബാക്കി ദാക്ഷായണി വേലായുധനും അമ്മു സ്വാമിനാഥനും മലബാർ കോട്ടയിലാണ്, മദ്രാസ് ഗവൺമെൻറ് ഭാഗമായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായതെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. മീറ്റിംഗ് കൂടിയില്ലേ, രൂപീകരിച്ചു. 1946 ഡിസംബർ 6. 1946 ഡിസംബർ എഴുതിയെടുക്കുന്നുണ്ടോ? ആരാ എഴുതിയെടുക്കാത്തത്? മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ. സ്പീഡ് കൂടിപ്പോയോ? അല്പം സ്പീഡ് കൂടും. 5 മിനിറ്റ് 4 മിനിറ്റ് ക്ലാസ് കണ്ട് വഷളായിരിക്കുന്നവരാണ്. സവിസ്തരമായി കണ്ട് എഴുതിയെടുത്ത് പഠിച്ചുകൊള്ളണം. തീർച്ചയാണ് 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കി. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ മീറ്റിംഗ് നടന്നു. താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തു. ഒരു താൽക്കാലിക അധ്യക്ഷൻ ആയി തെരഞ്ഞെടുത്തു. 1946 ഡിസംബർ 11 സമ്മേളനം വീണ്ടും കൂടി. ആ ഡിസംബർ 11 കൂടിയ മീറ്റിങ്ങിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാനായും HC മുഖർജിയെ അതിൻ്റെ ഉപാധ്യക്ഷനായും തിരഞ്ഞെടുത്തു. അപ്പം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാൻ, അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉപാധ്യക്ഷൻ HC മുഖർജി. HC മുഖർജിയുടെ വേറെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ പറയാം. അതേപോലെ തന്നെ 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യയുടെ ആമുഖമായി മാറിയത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ 1946 ഡിസംബർ 13. ഭരണഘടന എഴുതി തയ്യാറാക്കാൻ ഭരണഘടനാ നിർമ്മാണ സമിതി എടുത്തത് 2 വർഷം 11 മാസം 17 ദിവസം. ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടേത്. ഇന്ത്യയുടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അമേരിക്കയുടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ലിഖിത ഭരണഘടന. എന്നാൽ ബ്രിട്ടൻ്റെത് ലിഖിത ഭരണഘടനയല്ല. ഇസ്രയേലിൻ്റെത് ലിഖിത ഭരണഘടനയല്ല. ഓസ്ട്രേലിയ ലിഖിത ഭരണഘടനയല്ല. ഇന്ത്യയുടേത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടേത്. അമേരിക്കയുടെ ഏറ്റവും ചെറിയ കോൺസ്റ്റിറ്റ്യൂഷനാണെന്നും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതി പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലാണ് മീറ്റിംഗ് നടത്തിയത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ മീറ്റിംഗ് നടന്നത് എവിടെയാണ്? പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലാണ് നടന്നതെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഭരണഘടന എഴുതി തയ്യാറാക്കാൻ 11 പ്രാവശ്യം കൂടി 165 ദിവസം എടുത്തു സിറ്റിംഗ്. ഈ 2 വർഷം 11 മാസം 17 ദിവസം എടുത്തു ഭരണഘടന എഴുതി തയ്യാറാക്കാൻ. ഇതിനിടയിൽ 11 പ്രാവശ്യമാണ് ഭരണഘടനാ നിർമ്മാണ സഭ കൂടിയത്. മൊത്തം 165 ദിവസം എടുത്തു. 1947 നവംബർ 17 ഭരണഘടനാ നിർമ്മാണ സമിതി
ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി പാർലമെൻറ്റായി തീർന്നു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രണ്ടായി കൂടുകയാണ്. അംഗങ്ങളെല്ലാം ഒന്നിന് രണ്ടിടത്ത് വെച്ച് കൂടും. ഒന്ന് ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 6 രൂപീകരിച്ചത്. എന്നാൽ ഇതേ സമിതി തന്നെ ഇന്ത്യൻ പാർലമെൻറ്റായി തീർന്നു, നിയമനിർമ്മാണ സഭ. അത് 1947 നവംബർ 17 അതിൻ്റെ സ്പീക്കർ ജി.വി. മാവലങ്കർ. അതുകൊണ്ടാണ് ജി.വി. മാവലങ്കറാണ് ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്നത്. ലോകസഭാ സ്പീക്കർ ജി.വി. മാവലങ്കർ. 47 നവംബർ 17 അത് നിയമനിർമ്മാണ സഭയായി മാറിയത്. ഏത് നിയമനിർമ്മാണ സഭയായി മാറിയത്? ഭരണഘടനാ നിർമ്മാണ സമിതി. രണ്ടും ഒന്ന് തന്നെ, രണ്ടായിട്ട് കൂടുകയാണ്. രണ്ടിടത്തെയും നേതൃത്വം കൊടുക്കുന്ന രാജേന്ദ്ര പ്രസാദ് തന്നെ. പക്ഷേ ഇവിടെ ഒരു സ്പീക്കർ കൂടിയുണ്ട്, ജി.വി. മാവലങ്കർ. 1947 ഓഗസ്റ്റ് 29 ഭരണഘടന എഴുതി തയ്യാറാക്കാൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചു. B.R. അംബേദ്കറുടെ നേതൃത്വത്തിൽ 7 പേരുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് B.R. അംബേദ്കറാണ്. ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് B.R. അംബേദ്കറാണ്. അങ്ങനെ 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കപ്പെട്ടു. അംഗീകരിച്ചതേ ഉള്ളൂ, ഭരണഘടനയെ അംഗീകരിച്ചു. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ അംഗീകരിച്ച ഭരണഘടനയിൽ ഒപ്പുവെച്ചു. 1950 ജനുവരി 24 ഭരണഘടനയിൽ ഒപ്പുവെച്ചു. 1950 ജനുവരി 24 ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത്. ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് 1950 ജനുവരി 24 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി. തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണത്തലവനുള്ള വ്യവസ്ഥയ്ക്കാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ജനുവരി 26 1950 ജനുവരി 26. 1930 ജനുവരി 26 ഇന്ത്യ സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടി. ആ ജനുവരി 26 സ്മരിക്കാനാണ് 1950 ജനുവരി 26 തന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തത്. മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. നന്ദലാൽ ബോസ് ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രമാണ് ഗ്രാമീണ ചണ്ടക്കാരൻ നന്ദലാൽ ബോസ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രമാണ് സതി. നന്ദലാൽ ബോസാണ് മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് നടത്തുന്ന ആ രൂപം വരച്ചത്. നന്ദലാൽ ബോസാണെന്ന് മനസ്സിലാക്കണം. ബീഹാർകാരനാണ് നന്ദലാൽ ബോസ്. അതിൻ്റെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. ഹിന്ദി വെർഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി വെർഷൻ തയ്യാറാക്കിയത് വസന്തകൃഷ്ണ വൈദ്യയാണ്. വസന്തകൃഷ്ണ വൈദ്യ ആണ് ഹിന്ദി വെർഷൻ എഴുതി തയ്യാറാക്കിയത്. കയ്യെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റൈസാദ. പ്രേം ബിഹാരി നരൈൻ റൈസാദ. റൈസാദ അതിൻ്റെ കയ്യെഴുത്ത് പ്രതി മാനുസ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റൈസാദയാണെന്ന് മനസ്സിലാക്കണം. ആമുഖത്തിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയത് റാം മനോഹർ സിൻഹയാണെന്ന് മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. 1947 ഓഗസ്റ്റ് 15 വന്ദേമാതരം പാടിയത് സുചേത കൃപലാനിയാണെന്ന് മനസ്സിലാക്കി വെക്കണം. 1947 ഓഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം നടത്തിയത് ഓർമ്മിച്ച് വെച്ചേക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതും നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. 49 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചു. നവംബർ 26 ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് അല്പം ദീർഘിച്ച ഒരു ക്ലാസ്സാണെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ് മുതൽ ഭരണഘടന എങ്ങനെ ഉണ്ടായി, ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ആമുഖം എങ്ങനെയാണ് ഉണ്ടായത്, അത് ബാക്കിയുള്ള കാര്യങ്ങൾ, ഭരണഘടനയെ സംബന്ധിച്ച് സവിസ്തരമായ കാര്യങ്ങൾ, ഇതതിൻ്റെ ആമുഖമാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് വർക്കാണ് ഇപ്പോൾ ചെയ്തത്. ഇതിൻ്റെ ഗ്രൗണ്ട് വർക്ക്, ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകണം, അതെന്തൊക്കെയാണ് സംഭവങ്ങൾ നടന്നത്, അതാണ് ഇവിടെ വിവരിച്ചത്. നമ്മൾ ഈ വിഷയത്തിനകത്തേക്ക് കയറിയിട്ടില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ഈ 3 ദിവസത്തിലൊരിക്കലും ഒരു ക്ലാസ് ഇടാമെന്നാണ് വിചാരിച്ചത്. നിങ്ങളുടെ ആവേശം വാനോളം ഉയരുകയാണെങ്കിൽ ഡെയിലി ക്ലാസ് ഇടുന്നത് ഞാൻ ചിന്തിക്കും. ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉള്ളവൻ പഠിക്കും, അവൻ പഠിച്ചിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ക്ലാസ് എങ്ങനെ വേണം, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ നേരുന്നു. നന്നായിട്ട് പഠിക്കണം. രാത്രി മിനിമം ഒരു 1 മണി വരെയെങ്കിലും ഇരുന്ന് പഠിക്കണം. രാവിലെ എഴുന്നേൽക്കണം.
എവിടെ പോയാലും ഒരു തുണ്ട് കടലാസ് കയ്യിലുണ്ടായിരിക്കണം, വായിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ഒരു വർഷം നേരെ ശ്രമിച്ചാൽ നിങ്ങൾക്കൊരു സർക്കാർ ജോലിയുമായി മടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.